ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് മാങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ഈ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എന്നെ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞങ്ങളിവിടെ ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് എടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അത് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ്. ഞാനെല്ലാം ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അച്ചാറിടാം. ഞാൻ ഈ പാത്രത്തിലാണ് അച്ചാറിടുന്നത്. ഞാനത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ അച്ചാറിടാറില്ല. ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചെറിയ പീസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി ചെറിയ പീസായി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ട്രാൻസ്പാരൻ്റായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഞാനൊന്ന് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിടും. ഓഫ് ചെയ്തിട്ട ശേഷം മാത്രമേ ഞാൻ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുള്ളൂ. കാരണം ഇല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയുടെ എരിവ് ഓരോന്നിനും ഓരോ എരിവാണ്. പിന്നെ നിങ്ങളുടെയും ഇഷ്ടമാണ് എരിവ് എത്ര വേണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഞാൻ തൽക്കാലം 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിം ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ വേണ്ടി മാത്രമാണ്. ഈ ഉപ്പും ഒക്കെ ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വിനെഗർ ഒഴിക്കാറില്ല. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അച്ചാർ നശിച്ചു പോകുന്നില്ല. ഒരു 2 ദിവസം പുറത്ത് വെച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിനകത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്നതാണ്.